നിന്നെ എത്ര നേരം വിളിക്കണം, ഇങ്ങോട്ട് വന്നേ. അമ്മയെ കൊണ്ട് തോറ്റു, ഞാൻ എന്താ വരുന്നത്. നീ എന്തിനാ വെറുതെ അവളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? അവൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുക, അടങ്ങിയിരിക്കും. ഈ കൊച്ചിന് എപ്പോഴും അമ്പലം അമ്പലം എന്ന് പറഞ്ഞ് നടക്കുക. അമ്മ, മാതാപിതാക്കൾ എങ്ങനെയാണ് അതേപോലെ തന്നെയുള്ള ദൈവങ്ങൾ. എനിക്ക് എല്ലാരും ഒരേപോലെയാണ്, ആരും വ്യത്യാസമില്ല. എന്റെ കൊച്ചു പറഞ്ഞാണ്ടല്ലോ, നീ ഇനി മിണ്ടരുത്. മോളെ, നീ പോയി അമ്പലത്തിൽ പോട്ടോ. വരുമ്പോ ഒരു വഴിപാടും കൂടെ നടത്തിയത്. വരുന്ന വഴി വെച്ച് ആ തെണ്ടി കോഴിനെ ഞാൻ വീണ്ടും കണ്ടു. ഓ മൈ ഡാർലിംഗ് ഗായു, നിന്റെ ഏട്ടായി വന്നോടി, നോക്കടി. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഗായു ഗായു ഒന്ന് വിളിക്കല്ലെന്ന്, കേട്ടോ? ഞാനല്ലാതെ പിന്നെ നിന്നെ ആര് വിളിക്കാൻ? വല്ലാതെ വാടല്ലേ പൂവേ, ഇവനെന്താണ് വയ്യേ? നീ എന്റെ പൊന്നോമനല്ലേ. ഇവിടെ പോയോ? അതാടി ഞാൻ വരാൻ വൈകിയേ. നിനക്കെന്താ അവനോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞൂടെ? എന്താടി? ഒന്നുമില്ല. വാ, നമുക്ക് അമ്പലത്തിൽ പോവാം. നട അടയ്ക്കാറ്. ഇനിയും ചെന്ന് പ്രസാദം മേടിച്ചിട്ട് നിന്റെ അച്ഛൻ നിന്നെ ഓടിക്കും. മണ്ഡപമായി മധുവനം ചഞ്ചലമായി ത്രിഭുവനം ബന്ധുരമായി ത്രിപുടനടകൾ ഇന്ദ്രനീലഗംഗേ പാടൂ ചന്ദ്രകാന്തരതികേ ആടൂ സപ്തസാലവനമേ പൂവണിയോ മംഗളകന്യനിലകി ഒഴുകവേ പൊന്നണി തിങ്കളൊരുകി ഒഴുകവേ ഇവിടെ ഇനിയൊരമൃത താണ്ഡവം തുടരുകിനിയൊരഭയ താണ്ഡവം പ്രകൃതിയുടെ വാസ. എന്നായാലും തൊഴുതിറങ്ങിയില്ലേ, നീ നേരെ ഇനി വീട്ടിലോട്ട് നോക്കോ. എനിക്കൊരെണ്ണം വരെ പോണ്ട കാര്യമുണ്ട്. എന്നാ ശരിയടി, നാളെ കോളേജിൽ വെച്ച് അങ്ങനെ കാണാം. ഏയ്, നിങ്ങൾ വന്നിട്ടാ? എന്റെ പൊന്നടി, നിന്റെ തമിഴും മലയാളം മിക്സ് ആയിട്ടുള്ള സംസാരം ഒന്ന് നിർത്ത്. എനിക്ക് തെറിയില്ലടി. അമ്മ പറയണ പോലെ തന്നെ എനിക്ക് ഇടയ്ക്ക് തമിഴും വരും മലയാളം വരും. എന്നാ നിങ്ങൾ സംസാരിച്ച് നടന്നു. എനിക്കിത് വേഗം ചെന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെയോ അല്ലെ നാളെ കോളേജിൽ വെച്ചോ കാണാം. ഓക്കെ, ബൈ. നീ പോയിട്ട് പിന്നെ വാ. ബൈ. ഡാ, നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ? ഡീ, നമുക്ക് പോവാം. വഴി വെച്ച് എങ്ങാണം അവങ്ങളെ പാത്താ നീ അവകിட்ட ഒന്നുമേ സൊല്ലാത്. നീ അവരുടെ അടുത്തൊന്നും പറയരുത്, കേട്ടോ? ഓക്കെ ഓക്കെ, വാ പോവാ. കൈവിട്. എന്തിനാടി മോളെ നീ കടന്നു പിടക്കണേ? തന്നോട് കൈ വിടാനല്ലേ പറഞ്ഞുള്ളൂ. വേണമെങ്കിൽ ഞാൻ ഇനിയും പിടിക്കും. നിനക്ക് വല്ല കുഴപ്പമുണ്ടോടി? വിടന്നെ, വിട്. എന്താടാ നിനക്ക്? പറയേണ്ട കാര്യമില്ല, കാണിച്ചെന്നാ മതി. നീ ഇപ്പൊ രക്ഷപ്പെട്ടു കരുതണ്ടയോ? അത് മണ്ണാ കാട്ട പോടാ പുല്ലേ. നീയൊക്കെ എന്താടി ഇവിടെ? നിനക്കൊക്കെ അമ്പലത്തിൽ പോയ നേരത്തെ വീട്ടിൽ വന്ന എന്താ? അത് വരുന്ന വഴി വെച്ച് ഇയാള് അവളുടെ കൈ പിടിച്ചോ അല്ലേ? അത് ഞങ്ങൾ ആ വഴി പോയപ്പോൾ അയാൾക്ക് നീ എവിടെ ചാടി വന്നടി? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഇതല്ലേ? നിങ്ങളിൽ ഒരാൾ ഇനി കൊണച്ച വഴി കൂടെ വന്നേക്കരുത്.
നിങ്ങൾക്ക് എന്താ വട്ടാണോ? എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല, ചേട്ടൻ ഏത് വഴിയാ വന്നതെന്ന് ചോദിച്ചാ. നിങ്ങൾക്ക് മനസ്സ് വായിക്കാൻ അറിയാമോ? പുള്ളിക്ക് മനസ്സ് മാത്രം വായിക്കാനല്ല, പുള്ളിക്ക് പലതും അറിയാം. കാരണം പുള്ളി സൈക്കോളജിയാണ്. സൈക്കോളജി ഒക്കെ തന്നെ. പക്ഷെ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. നമ്മുടെ പുതിയ ബയോളജി പ്രൊഫസറും കൂടെ ഇവൻ. ബയോളജി പ്രൊഫസറാ? 3G. ഹലോ ആർമീസ്. നമ്മൾ ഇന്ന് വന്നതിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് എപ്പിസോഡ് കുറച്ച് ലെങ്ത് കുറവാണ്. അതൊന്നും വലിയ കുഴപ്പമില്ലാന്ന് കരുതുന്നു. എന്നാലും നിങ്ങൾ കണ്ടു നോക്ക്. ഇത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ റിപ്ലൈ അറിയിക്കും. പിന്നെ ഇത് ഞാനെന്റെ കസിനും കൂടെ ഒന്ന് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്താണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് 6 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് ഞാൻ സംസാരിക്കണു. പിന്നെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അപ്പോ ബൈ.